മഹാനരായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഹു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ഈ കളിമണ്ണിൽ നിന്ന് ഒരു പക്ഷിയെ സൃഷ്ടിക്കാം. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം അത് പക്ഷിയായി പറന്നുപോകും. അക്കാലത്ത് വെള്ളപ്പാണ്ട് രോഗം മാറ്റാൻ കഴിയാത്ത രോഗമായിരുന്നു. ആ രോഗം ഞാൻ മാറ്റിത്തരാം. അന്നത്തെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിരിക്കുന്ന വിഷയമായിരുന്നു. ജന്മന അന്ധനായ ആള് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരൂ, ഞാൻ അയാളെ സുഖപ്പെടുത്തി തരാം. ഞാൻ അവന്റെ കൽപ്പന പ്രകാരം മരിച്ച ആളുകളെ ഹയാത്താക്കും. നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിച്ചെന്ന് ഞാൻ പറയാം, നിങ്ങൾ സൂക്ഷിച്ച വസ്തുക്കളൊക്കെ ഞാൻ പറയാം. അപ്പൊ എന്താ, ഇത് കണ്ടപ്പോ ആളുകളൊക്കെ പറഞ്ഞു ഇദ്ദേഹം ദൈവമാണ്. കുറെ ആളുകൾ പറഞ്ഞു ദൈവപുത്രനാണ്. അവിടെയൊക്കെ ഇതിനില്ല. അപ്പോ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഇതിനില്ല. അവിടുത്തെ ഓരോ കഴിവുകൾ പറയുമ്പോഴും ബിഇദ്നില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞത് താനൊരു ദൈവമല്ല എന്ന പ്രഖ്യാപനമാണ് അവിടുന്ന് നടത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ മഹത്തുക്കളായ അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവുകൾക്ക് പരിധിയില്ല. ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയുന്നില്ലേ? സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങൾ സൃഷ്ടിച്ചതും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചതൊക്കെ അള്ളാഹുവാണ്.